ഫിറ്റിംഗ് ഷോപ്പിലെ ഫിറ്റിംഗ് ടൂൾസുകളെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ അതിൻ്റെ മുന്നേ എന്താണ് ഫിറ്റിംഗ് ഷോപ്പ് എന്നുള്ള കാര്യം ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമുക്ക് ഏതെങ്കിലും രീതിയിൽ ഒരു കോമ്പണൻറ്റ് റിപ്പയർ ചെയ്യുന്ന സമയത്തോ റീഅസംബിളി ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ കറക്റ്റ് ഫിറ്റിങ്ങിനായിട്ട് ആക്യുറേറ്റ് ഫിറ്റിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചില രീതിയിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളും അതേപോലെ തന്നെ വേറെ രീതിയിലുള്ള എന്തെങ്കിലും കട്ടിങ്ങോ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഫയലിങ്ങോ അങ്ങനെയൊക്കെ ചെയ്ത് അത് കറക്റ്റ് ഷേപ്പിലേക്ക് ആക്യുറേറ്റ് ഷേപ്പിലേക്ക് മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളുകളെയാണ് നമ്മൾ ഫിറ്റിംഗ് ടൂളുകളെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഷേപ്പിലേക്ക് ഫിറ്റിംഗ് ഒബ്ജക്റ്റുകളെ മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് ടൂളുകൾ അതിന് ആവശ്യമായിട്ട് വരും. മെഷറിങ് ടൂൾസുകൾ അളക്കാൻ വേണ്ടിയിട്ട് മെഷറിങ് ടൂൾസുകൾ ആവശ്യമായിട്ട് വരും. അതേപോലെ അതിൻ്റെ മുകളിലത്തെ മാർക്കിങ്ങുകളൊക്കെ ചെയ്യണമെങ്കിൽ മാർക്കിംഗ് ടൂൾസ് ആവശ്യമായിട്ട് വരും. ഇതേപോലെ തന്നെ ഈ മാർക്കിംഗ് ടൂൾസുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യാനും ബ്ലോയിങ് ചെയ്യാനൊക്കെ സ്ട്രൈക്കിംഗ് ടൂൾസുകൾ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ കട്ടിങ് ടൂൾസ് നമുക്ക് വേണ്ട ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് കട്ടിങ് ടൂൾസുകളും, ഇതേപോലെ തന്നെ ഈ ഒബ്ജക്റ്റുകളൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഹോൾഡിങ് ടൂൾസുകളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യം വരും. അപ്പോൾ ഇത്രയും അടങ്ങിയിരിക്കുന്ന മൊത്തം ടൂളുകളാണ് നമ്മൾ ഫിറ്റിംഗ് ടൂൾസ് എന്ന് പറയുന്നത്. അത് ഓരോന്നും എന്തൊക്കെയാണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. നമ്മളാദ്യം പറയാൻ പോകുന്നത് മെഷറിങ് ആൻഡ് മാർക്കിംഗ് ടൂൾസാണ്. നമുക്കാദ്യം മെഷറിംഗ് ടൂൾസ് പരിചയപ്പെടാം. മെഷറിംഗ് ടൂൾസിലെ സ്റ്റീൽ റൂള്. ഈ സ്റ്റീൽ റൂൾ കൊണ്ട് അളക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ചെറിയ അളവെന്ന് പറഞ്ഞാൽ 0.5 mm ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ മില്ലിമീറ്റർ ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇഞ്ചസ് മാർക്ക് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ സ്റ്റീൽ റൂൾ നിർമ്മിക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് സ്റ്റീൽ റൂൾ നിർമ്മിക്കുന്നത്. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റസ്റ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് തന്നെ നിർമ്മിക്കാനുള്ള കാരണം. പിന്നെ അതുപോലെ തന്നെ സ്റ്റീൽ റൂൾ നമ്മൾ കാണപ്പെടുന്നത് 150 mm 300 mm ലെങ്ത്തിലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് സ്റ്റീൽ റൂൾ കാണാറ്. മെഷറിംഗ് ടൂൾസിൽ വരുന്ന മറ്റൊരു ടൂളാണ് ട്രൈ സ്ക്വയർ. ട്രൈ സ്ക്വയറിൻ്റെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത് ബ്ലേഡ്, അതുപോലെ തന്നെ സ്റ്റോക്കാണ്. സ്റ്റോക്കിനെ നമ്മൾ ബീമെന്നും പറയും. പിന്നെ ട്രൈ സ്ക്വയർ ഉപയോഗിക്കുന്നത് 90 ഡിഗ്രി ആംഗിൾ ചെക്ക് ചെയ്യാനും അതേപോലെ തന്നെ മാർക്ക് ചെയ്യാനും വേണ്ടിയിട്ടാണ് ട്രൈ സ്ക്വയർ യൂസ് ചെയ്യുന്നത്. അടുത്തത് സർഫസ് പ്ലേറ്റ് ആണ്. സർഫസ് പ്ലേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ നമുക്ക് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ മെഷർ ചെയ്യാനൊക്കെ ആ ഒബ്ജക്റ്റ് നമുക്കൊരു വർക്ക് ടേബിളിൻ്റെ മുകളിൽ നമുക്ക് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിലൊക്കെ നമുക്ക് ഈ സർഫസ് പ്ലേറ്റിന് മുകളിൽ വെച്ചിട്ട് മെഷർ ചെയ്യാനോ മാർക്ക് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. കാരണം ഈ സർഫസ് പ്ലേറ്റിൻ്റെ പ്രതലം എന്ന് പറഞ്ഞാൽ നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള നല്ല രീതിയിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള ഫിനിഷിംഗ് പ്രതലമായിരിക്കും. നല്ല ആക്യുറേറ്റ് ഫിനിഷിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്കിംഗ് ടേബിളിനെ അപേക്ഷിച്ച് നല്ല രീതിയിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മാർക്കിംഗ് ചെയ്യാനും മെഷർ ചെയ്യാനും ഒക്കെ ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സർഫസ് പ്ലേറ്റ് നിർമ്മിക്കുന്നത് കാസ്റ്റ് അയൺ അല്ലെങ്കിൽ ഹാർഡൻ സ്റ്റീൽ, ഗ്രാനൈറ്റ് സ്റ്റോൺ എന്ന മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് സർഫസ് പ്ലേറ്റ് നിർമ്മിക്കൽ. അപ്പോൾ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത്, വിഡ്ത്ത്, ഹൈറ്റിൽ അങ്ങനെ പല രീതിയിൽ നമ്മൾ ഇതിനെ സർഫസ് പ്ലേറ്റിനെ സ്പെസിഫൈ ചെയ്യാറുണ്ട്. അടുത്തത് സ്ക്രൈബറാണ്. സ്ക്രൈബർ നമ്മൾ യൂസ് ചെയ്യുന്നത് മെറ്റൽസിൻ്റെ മുകളിലൊക്കെ ലൈൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിർമ്മിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ആംഗിൾ നമ്മൾ ആ ടിപ്പ് ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടിപ്പ് ഭാഗം 12 ഡിഗ്രി മുതൽ 15 ഡിഗ്രി ആംഗിൾ വരെയാണ് ഉണ്ടാവുക. പിന്നെ ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 125 mm 250 mm വരെയാണ്. പിന്നെ അതിൻ്റെ സ്ക്രൈബറിൻ്റെ ഒരു എൻഡ് ഭാഗം വളഞ്ഞിരിക്കുന്നത് കാണാം. അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രെയിറ്റ് എൻഡ് എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വളഞ്ഞിരിക്കുന്ന ഭാഗം കൊണ്ട് മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കോമ്പസാണ്. കോമ്പസ് ഇവിടെ യൂസ് ചെയ്യുന്നത് നമുക്ക് സർക്കിൾസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്.
ഇതിൽ സാധാ കോമ്പസ് പോലെ തന്നെയാണ്. ഇതിനൊരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ പെൻസിലിന് പകരം സ്ക്രൈബറാണ് കോമ്പസിൻ്റെ എൻഡിൽ ഉണ്ടാവുക എന്നുള്ളതാണ് വ്യത്യാസം. ഡിവൈഡർ കാലിബർ പോലെ തന്നെയാണ് കാണാൻ. പിന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എൻഡ് ഭാഗം നേരെ സ്ട്രെയിറ്റ് പോയിൻ്റ് ആയിട്ടാണ് ആ രണ്ട് ലെഗിൻ്റെ എൻഡ് ഉണ്ടാവുക. ഇത് യൂസ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കിൾസ് വരയ്ക്കാനും അതേപോലെ തന്നെ ലൈൻസ് ബൈസെറ്റ് ചെയ്യാനും ആർക്കുകൾ വരയ്ക്കാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് നിർമ്മിക്കുന്ന മെറ്റീരിയൽസ് ഹാർഡൻഡ് മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോ കാർബൺ സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് ആൻഡ് ഇൻസൈഡ് കാലിബർ. ഈ ഔട്ട്സൈഡ് കാലിബറും അതേപോലെ ഇൻസൈഡ് കാലിബർ എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂളാണ്. ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂൾ എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഒരു ഒബ്ജക്റ്റ് അളന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് ഈ കാലിബറിൻ്റെ മുകളിൽ നമുക്ക് അതിൻ്റെ റീഡിങ് എടുക്കാൻ വേണ്ടി സാധിക്കില്ല. നമുക്ക് സ്റ്റീൽ റൂളിൻ്റെ സഹായത്തോട് കൂടിയിട്ടുള്ളൂ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ്സ് എത്ര എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഇൻഡയറക്റ്റ് മെഷറിംഗ് ടൂളാണ് ഇതെന്ന് പറയാനുള്ള കാരണം. ഇത് നമുക്ക് എന്ത് ഒബ്ജക്റ്റാണോ അളക്കേണ്ടത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതിൻ്റെ ലെഗ്സ് ഉപയോഗിച്ചിട്ട് അളന്നിട്ട് നേരെ സ്റ്റീൽ റൂളിൻ്റെ മുകളിൽ വെച്ചിട്ട് അതിൻ്റെ മെഷർമെൻറ്റ്സ് നമ്മൾ എത്ര എന്നുള്ളത് റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാർഡൻഡ് മൈൽഡ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ലോ കാർബൺ സ്റ്റീലും യൂസ് ചെയ്യുന്നുണ്ട്. ഓഡ് ലെഗ് കാലിബറിന് വേറെ കുറേ പേരുകൾ പറയുന്നുണ്ട്. ജെന്നി കാലിബർ എന്ന് പറയും, അതേപോലെ തന്നെ ഹെർമഫ്രോഡിയേറ്റ് കാലിബർ എന്ന് പറയും. അപ്പോൾ അത് പല രീതിയിൽ ഇതിനെ വിളിക്കുന്നുണ്ട്. ഇത് കാണാൻ നമ്മുടെ ഡിവൈഡർ പോലെ തന്നെയാണ്. ഇതിൻ്റെ ഒരു കാല് വളഞ്ഞിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ഓഡ് ലെഗ് കാലിബർ എന്ന് പറയാനുള്ള കാരണം തന്നെ. നമ്മളിത് യൂസ് ചെയ്യുന്നത് ഒബ്ജക്റ്റിന് മുകളിൽ പാരലൈൻസൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സർഫസ് ഗേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്കൊരു കുറച്ച് വെയിറ്റ് ആയിട്ടുള്ള ഒരു ഫ്ലാറ്റ് ബേസ് ഉണ്ടാവും. അതിൽ നേരെ വെർട്ടിക്കലായിട്ട് ഒരു സ്പിൻഡിലുണ്ടാവും. സ്പിൻഡിലിൻ്റെ മുകളിൽ നമ്മളൊരു സ്ക്രൈബർ ഫിറ്റ് ചെയ്യും. ഒരു ക്ലാമ്പ് നട്ട് ഉപയോഗിച്ചിട്ട് സ്ക്രൈബർ ഫിറ്റ് ചെയ്യും. ഈ സ്ക്രൈബറിനെ നമുക്ക് ലൂസ് ചെയ്യാനോ ടൈറ്റ് ചെയ്യാനോ പറ്റും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണ്ട ഇൻക്ലിനേഷൻ കൊടുക്കാനോ വേണ്ട പൊസിഷനിലേക്ക് അതിനെ മാറ്റാനോ അതേപോലെ തന്നെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു നട്ട് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിത് സർഫസ് പ്ലേറ്റിൻ്റെ കൂടെയാണ് ഇത് യൂസ് ചെയ്യുക. കാരണം നമുക്കിത് മാർക്കിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സർഫസ് ഗേജ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് സർഫസ് പ്ലേറ്റിന് പ്രതലത്തിൽ വെച്ചിട്ട് നല്ല നിരപ്പായിട്ടുള്ള ഒരു പ്രതലത്തിൽ വെച്ചിട്ട് നമുക്ക് വർക്ക് പീസിൻ്റെ മുകളിലൊക്കെ വേണ്ട ആംഗിളിലോ അല്ലെങ്കിൽ വേണ്ട അളവിലൊക്കെ നമുക്കിത് സ്ട്രെയിറ്റ് മാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ സർഫസ് ഗേജ് എന്നത്. ഇത് പിന്നെ നമ്മൾ ലെയ്ത്തിലും ഈ സർഫസ് ഗേജ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് സെൻറ്ററിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. സർഫസ് ഗേജ് 2 ടൈപ്പാണുള്ളത്. സിമ്പിൾ സർഫസ് ഗേജ് ഉണ്ട്, അതേപോലെ തന്നെ യൂണിവേഴ്സൽ സർഫസ് ഗേജ് ഉണ്ട്. യൂണിവേഴ്സൽ സർഫസ് ഗേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മളെ അളവ് കുറച്ചും കൂടി ആക്യുറേറ്റ് ആയിരിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ആക്യുറേറ്റായിട്ട് മൈന്യൂട്ടായിട്ട് നമുക്കിതിനെ നെട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വർക്ക് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് വി ബ്ലോക്കാണ്. വി ബ്ലോക്ക് നമുക്കൊരു മാർക്കിംഗ് ടൂളിൽ പെട്ട ഒന്ന് തന്നെയാണ്. വി ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ക്വയർ അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബ്ലോക്കാണ് ഉണ്ടാവുക. അതിൻ്റെ സെൻട്രലായിട്ടൊരു വി ഗ്രൂ ഉണ്ടാവും. ഈ വി ഗ്രൂവിൻ്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ആംഗിളായിരിക്കും. ഈ വി ഗ്രൂ ആണ് ഇതിൽ പ്രധാനമായിട്ടുള്ളൊരു ഭാഗം. ഈ വി ഗ്രൂവിൽ നമ്മൾ സിലിണ്ട്രിക്കൽ ഒബ്ജക്റ്റുകളൊക്കെ ഹോൾഡ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും മെഷറിങ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ മാർക്കിങ് ചെയ്യണമെങ്കിലോ ഇനി അതെല്ലാം ഡ്രില്ലിങ് ചെയ്യണമെങ്കിൽ വരെ നമുക്ക് ഈ വി ഗ്രൂവിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ തന്നെ ഇതിനെ കറക്റ്റ് ഫിറ്റിംഗ് കിട്ടാനായിട്ടൊരു യു ക്ലാമ്പ് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യും. ഈ യു ക്ലാമ്പിൻ്റെ സഹായത്താലാണ് നമുക്ക് വർക്ക് പീസിനെ ശരിയായുള്ള രീതിയിൽ വി ബ്ലോക്കിൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പഞ്ചിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു വർക്ക് പീസിൻ്റെ മുകളിൽ ലൈൻസൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈൻസ് ഒന്നും കൂടി ക്ലിയറായിട്ട് വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്യും. പഞ്ച് ഉപയോഗിച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാർക്കിങ് നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും നമുക്ക് ക്ലിയറായിട്ട് വിസിബിൾ ആവും. അപ്പോൾ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഹൈ കാർബൺ സ്റ്റീൽ കൊണ്ടാണ്. പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള ബോഡി ആയിരിക്കും.
പിന്നെ നർലിങ് ചെയ്തിരിക്കും. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ബോഡീൻ്റെ ചുറ്റുമായിട്ട് നർലിങ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ഈ പഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒരുപാട് ടൈപ്പ് ഹോളോ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഞ്ചുകളുണ്ട്. അതിൻ്റെ അകത്ത് മെയിനായിട്ട് വരുന്നത് 2 പഞ്ചാണ്. അതിൽ പ്രിക് പഞ്ച്, സെൻറ്റർ പഞ്ച്. പ്രിക് പഞ്ചിന് വേറെ പേരുണ്ട്, ഡോട്ട് പഞ്ച് എന്ന് പറയും. ഈ ഡോട്ട് പഞ്ച് അല്ലെങ്കിൽ പ്രിക് പഞ്ച് ഉപയോഗിക്കുന്നത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ലൈറ്റായിട്ട് മാർക്ക് ചെയ്ത ലൈൻസൊക്കെ കറക്റ്റായിട്ട് വിസിബിൾ ആവാനും, അതേപോലെ തന്നെ ഡിവൈഡറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഡിവൈഡറിൻ്റെ പോയിൻ്റ് സെറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രിക് പഞ്ച് സഹായിക്കുന്നുണ്ട്. പ്രിക് പഞ്ചിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി ആംഗിളാണ്. അതേപോലെ തന്നെ സെൻറ്റർ പഞ്ച് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ ഹോള് ഡ്രില്ല് ചെയ്യുന്ന സമയത്തൊക്കെ അതിൻ്റെ ആ സ്റ്റാർട്ടിങ് സമയത്ത് അതിൻ്റെ ഒരു പോയിൻ്റ് ലൊക്കേഷൻ ചെയ്യണം. ആ പോയിൻ്റ് ലൊക്കേഷൻ ചെയ്യാനൊക്കെ സെൻറ്റർ പഞ്ച് നമുക്ക് ഉപകാരപ്പെടും. ഇതിൻ്റെ സെൻറ്റർ പഞ്ചിൻ്റെ ആംഗിൾ 90 ഡിഗ്രി ആംഗിളാണ്. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി നല്ല ക്ലിയർ ആയിട്ടുള്ള ഡെപ്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി കുറച്ച് പ്രിസിഷൻ മെഷറിംഗ് ടൂൾസ് പരിചയപ്പെടാം. ആദ്യം തന്നെ വെർനിയർ കാലിപ്പർ. വെർനിയർ കാലിപ്പറിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 തരത്തിലുള്ള അളവുകൾ നമുക്ക് ഈ ഒറ്റ ടൂളിൽ തന്നെ നമുക്ക് അളക്കാൻ പറ്റും. അതായത് എക്സ്റ്റേണൽ മെഷർമെൻറ്റ്സ്, അതുപോലെ ഇൻറ്റേർണൽ മെഷർമെൻറ്റ്സ്, ഡെപ്ത്ത്, ഈ 3 നമുക്ക് ഇതിൻ്റെ അകത്ത് അളക്കാൻ പറ്റും. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 0.02 ആണ്. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രിസിഷൻ മെഷറിംഗ് ടൂളാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്റ്റേണൽ മെഷർമെൻറ്റ്സൊക്കെ നമുക്ക് അളക്കാൻ പറ്റും. ഇതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 0.01 ആണ്. സാധാരണയായിട്ട് നമ്മൾ വർക്ക്ഷോപ്പുകളിൽ യൂസ് ചെയ്യുന്നത് 25 mm മൈക്രോമീറ്ററാണ്. അത് നമുക്ക് പല വലുപ്പത്തിൽ നമുക്ക് കിട്ടും. 25, 50, 75 അങ്ങനെ 600 mm വരെയുള്ള ഔട്ട്സൈഡ് മൈക്രോമീറ്റർ ഇപ്പോൾ അവൈലബിൾ ആണ്. വെർനിയർ ഹൈറ്റ് ഗേജ് നമുക്ക് നമ്മളെ വെർനിയർ കാലിപ്പറിൻ്റെ അതേ ലീസ്റ്റ് കൗണ്ട് തന്നെയാണ് ഇതിൽ വരുന്നത്. 0.02 ആണ്. നമ്മളിത് ഒന്നുകിൽ നമുക്ക് ഒരു നല്ല പ്ലെയിൻ ആയിട്ടുള്ള സർഫസിൽ ഇത് ഫിറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് സർഫസ് പ്ലേറ്റിൽ ഇത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എൻഡിലായിട്ടൊരു സ്ക്രൈബർ ഉണ്ടാവും. ആ സ്ക്രൈബർ വെച്ചിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു കൃത്യമായിട്ടുള്ള അളവിൽ അല്ലെങ്കിൽ കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള അളവിൽ നമുക്ക് ഈ സ്ക്രൈബർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വർക്ക് പീസുകളുടെ മുകളിൽ നമുക്ക് ആ പറഞ്ഞ അളവിൽ മാർക്ക് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അടുത്തത് കോമ്പിനേഷൻ സെറ്റാണ്. കോമ്പിനേഷൻ സെറ്റിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണുള്ളത്: സ്ക്വയർ ഹെഡ്, പ്രൊട്ടാക്ടർ ഹെഡ്, സെൻറ്റർ ഹെഡ്. ഇതിൽ സ്ക്വയർ ഹെഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് 90 ഡിഗ്രി ആംഗിൾ, 45 ഡിഗ്രി ആംഗിളൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊട്ടാക്ടർ ഹെഡ് യൂസ് ചെയ്യുന്നത് ആംഗിൾസ് നമുക്ക് വേണ്ട രീതിയിലുള്ള ഏത് ആംഗിളിലാണോ വേണ്ടത് ആ ആംഗിളിൽ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെൻറ്റർ ഹെഡ് ഉപയോഗിക്കുന്നത് റൗണ്ട് ഒബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ റൗണ്ട് റോഡിൻ്റെ ഒക്കെ സെൻറ്റർ മാർക്ക് ചെയ്യാൻ, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ വേണ്ടിയാണ്. അടുത്തത് കട്ടിംഗ് ടൂൾസാണ്. കട്ടിംഗ് ടൂൾസിൽ വരുന്ന ഒരു മെയിനായിട്ടുള്ള ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിസലാണ്. അപ്പോൾ ചിസൽ കൊണ്ട് നമുക്ക് എക്സസ് മെറ്റൽസൊക്കെ ചിപ്പ് ചെയ്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 2 ടൈപ്പ് ചിസലാണുള്ളത്: ഹോട്ട് ചിസൽ, കോൾഡ് ചിസൽ. നമുക്ക് വർക്ക്ഷോപ്പുകളിലൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ കോൾഡ് ചിസലാണ്. അപ്പോൾ ഈ കോൾഡ് ചിസലിൽ തന്നെ വരുന്നതാണ് ഈ ഫ്ലാറ്റ് കോൾഡ് ചിസൽ, ഡയമണ്ട് പോയിൻറ്റ് ചിസൽ, അതുപോലെ തന്നെ ക്രോസ് കട്ട് ചിസൽ, ഹാഫ് റൗണ്ട് ചിസൽ, സൈഡ് ചിസൽ, അങ്ങനെ ഒരുപാട് ചിസൽസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ചിസലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യസ്തമാണ്. അതിൽ ഫ്ലാറ്റ് ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലാറ്റ് സർഫസൊക്കെ ചിപ്പ് ചെയ്ത് പോകുക, അതുപോലെ തന്നെ വയർ, റോഡുകൾ, ഷീറ്റുകളൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഫ്ലാറ്റ് കോൾഡ് ചിസലാണ്. ഡയമണ്ട് പോയിൻ്റ് ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് വി ഗ്രൂവ്സ്, അതുപോലെ അല്ലെങ്കിൽ കോർണറുകളൊക്കെ ക്ലീൻ ചെയ്യാൻ, അതുപോലത്തെ സ്ക്വയർ ഹോൾ നിർമ്മിക്കാനൊക്കെയാണ് നമ്മൾ ഡയമണ്ട് പോയിൻ്റ് ചിസൽ യൂസ് ചെയ്യുന്നത്. പിന്നെയുള്ള ക്രോസ് കട്ട് ചിസലിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, ക്യാപ് ചിസൽ എന്ന് പറയും. ക്യാപ് ചിസൽ ഇത് യൂസ് ചെയ്യുന്നത് നമുക്ക് കീവേസ് അതുപോലെ ഗ്രൂവ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് കട്ട് ചിസൽ യൂസ് ചെയ്യുന്നത്. ഹാഫ് റൗണ്ട് ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കർവുകളൊക്കെ കട്ട് ചെയ്യാനും അതുപോലെ തന്നെ റൗണ്ടഡ് കോർണേഴ്സൊക്കെ ക്ലീൻ ചെയ്യാനാണ്. ഇതിന് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, റൗണ്ട് നോസ് ചിസൽ എന്നും പറയും.
സൈഡ് ചിസൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഫ്ലാറ്റ് ചിസലിനൊക്കെ എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങൾ, അതായത് ക്വാർട്ടർ വേസ്, ചെറിയ ചെറിയ സ്ലോട്ടുകളൊക്കെ അല്ലേ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തിയിട്ട് ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനൊക്കെയാണ് നമ്മൾ സൈഡ് ചിസൽ യൂസ് ചെയ്യുന്നത്. ഇനി കട്ടിംഗ് ടൂളിൽ വരുന്ന ഒരു മെയിൻ ടൂളാണ് ഫയൽ. ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചെറിയ അളവിലുള്ള മെറ്റൽസൊക്കെ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ മുകളിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയൽ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഫയലിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹാർഡൻഡ് സ്റ്റീലാണ് പൊതുവായിട്ട് നമ്മൾ ഈ ഫയൽ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടി ഒരു കട്ടി ഉണ്ടാവും. നമുക്ക് മറ്റുള്ള മെറ്റൽസിൻ്റെയൊക്കെ ഫയലിംഗ് ചെയ്യുന്ന സമയത്ത് ഇതിന് പെട്ടെന്ന് തേയ്മാനം സംഭവിക്കില്ല. അതുകൊണ്ടാണ് ഹാർഡൻഡ് സ്റ്റീൽ കൊണ്ട് തന്നെ ഇത് നിർമ്മിക്കാനുള്ള ഒരു കാരണം. നമുക്കത് ഹാൻഡിൽ ചെയ്യാനായിട്ടൊരു വുഡൻ ഹാൻഡിൽ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഹാൻഡിൽ നമുക്ക് അവിടെ ഹാൻഡിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇനി ഫയലിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് പല രീതിയിൽ ഫയലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ കട്ടിംഗ് ടീത്ത് ലേൻ്റെ അടിസ്ഥാനത്തിൽ സിംഗിൾ കട്ട് ഫയൽ, ഡബിൾ കട്ട് ഫയൽ, റാസ്പ് കട്ട് ഫയൽ, കർവ്ഡ് കട്ട് ഫയൽ അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. പിന്നെ ക്രോസ് സെക്ഷൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഫ്ലാറ്റ് ഫയൽ, ഹാൻഡ് ഫയൽ, ട്രയാങ്കുലർ ഫയൽ, റൗണ്ട് ഫയൽ, ഹാഫ് റൗണ്ട് ഫയൽ, സ്ക്വയർ ഫയൽ, നൈഫ് എഡ്ജ് ഫയൽ, പില്ലർ ഫയൽ, നീഡിൽ ഫയൽ അങ്ങനെ പല രീതിയിലായിട്ട് നമുക്ക് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കുന്ന സമയത്ത് ക്രോസ് സെക്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഫ്ലാറ്റ് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്ലാറ്റ് ഫയൽ. ഹാൻഡ് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫ്ലാറ്റ് ഫയലും ഹാൻഡ് ഫയലും തമ്മിലുള്ളൊരു മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫ്ലാറ്റ് ഫയൽ 1/3 ഭാഗം ടാപ്പറായിട്ടുണ്ടാവും, എന്നാൽ ഹാൻഡ് ഫയൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക, അതിൻ്റെ ഭാഗം ഓൾ ലെങ്ത്ത് ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഹാൻഡ് ഫയലിൻ്റെ ഒരു സൈഡിൽ ഒരു എഡ്ജിൽ ടീത്തുകൾ ഉണ്ടാവുകയില്ല. അതാണ് ഹാൻഡ് ഫയലിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ട്രയാങ്കുലർ ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. നമുക്ക് വീഗ്രൂസൊക്കെ നമുക്ക് കട്ട് ചെയ്യാനൊക്കെ അത് സഹായകമാവും. റൗണ്ട് ഫയൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പിൽ നമുക്ക് റൗണ്ട് ഹോൾസുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ഹാഫ് റൗണ്ട് ഫയൽ എന്ന് പറഞ്ഞാൽ റൗണ്ട് ഹോൾസ് ആകുമ്പോൾ തന്നെ നമുക്ക് ഹാഫ് റൗണ്ട് ഷേപ്പിലുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. സ്ക്വയർ ഫയൽ സ്ക്വയർ ഷേപ്പുകൾ, അതേപോലെ തന്നെ വി ഷേപ്പുകളൊക്കെ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് സ്ക്വയർ ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. നൈഫ് എഡ്ജ് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഫ്ലാറ്റ് ഫയലിൽ എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങളും അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള കോർണേഴ്സൊക്കെ നിർമ്മിക്കാനൊക്കെ വേണ്ടിയിട്ട് നൈഫ് എഡ്ജ് ഫയൽ നമുക്ക് യൂസ് ചെയ്യാം. പില്ലർ ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തന്നെ ഈ ഫയൽസിൻ്റെയൊക്കെ ചെറിയ രൂപങ്ങളാണ് പില്ലർ ഫയൽ, നീഡിൽ ഫയൽ എന്നൊക്കെ പറയുന്നത്. പിന്നെ ഗ്രേഡ്സിൻ്റെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത് റഫ് ഫയൽ, ബസ്റ്റാർഡ് ഫയൽ, സെക്കൻഡ് കട്ട് ഫയൽ, സ്മൂത്ത് ഫയൽ, ഡെഡ് സ്മൂത്ത് ഫയൽ. അപ്പോൾ അതിൻ്റെ ഗ്രേഡ്സിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള വർക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ എക്സസ് ആയിട്ട് മെറ്റൽസ് റിമൂവ് ചെയ്യണമെങ്കിലൊക്കെ റഫ് ഫയൽ നമ്മൾ യൂസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ഗ്രേഡ് കുറഞ്ഞ് വരുന്നതാണ് ബസ്റ്റാർഡ്, സെക്കൻഡ്, സ്മൂത്ത്, ഡെഡ് സ്മൂത്ത് പറയുന്നത്. ഡെഡ് സ്മൂത്താണ് ഏറ്റവും ഗ്രേഡ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് പോളിഷ്, അതായത് ഫൈനൽ വർക്കുകളൊക്കെ വേണ്ടിയിട്ട് പോളിഷ് രൂപത്തിലൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെഡ് സ്മൂത്ത് ഫയൽ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സിംഗിൾ കട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടീത്ത് മാത്രമേ അതിൻ്റെ അത് നമുക്ക് കാണാൻ പറ്റുള്ളൂ. സിംഗിൾ കട്ട് റോ മാത്രമേ കാണാൻ പറ്റുള്ളൂ. 60 ഡിഗ്രി ആംഗിളാണ് ഉണ്ടാവുക. ഡബിൾ കട്ട് ഫയൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡബിൾ സൈഡിലേക്ക് അവിടെ കട്ടുകൾ പോകുന്നത് കാണാം. ഒരു സൈഡിലേക്ക് 60 ഡിഗ്രിയിൽ, ഒരു സൈഡിലേക്ക് 80 ഡിഗ്രിയിൽ, അങ്ങനെ 2 രീതിയിലുള്ള ടീത്തുകൾ, 2 സെറ്റ് ടീത്ത് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. റാസ്പ് കട്ട് ഫയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വുഡ്, ലെതർ പോലുള്ള വസ്തുക്കളൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റാസ്പ് കട്ട് ഫയൽ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കർവ്ഡ് കട്ട് ഫയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അലൂമിനിയം പോലുള്ള സോഫ്റ്റ് മെറ്റീരിയൽസ്, കോപ്പർ, പ്ലാസ്റ്റിക്, ടിന്ന് പോലുള്ള സോഫ്റ്റ് മെറ്റൽസ് ഫയലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. മെത്തേഡ്സ് ഓഫ് ഫയലിംഗ് പറയുന്നുണ്ട്. ക്രോസ് ഫയലിംഗ്, സ്ട്രേറ്റ് ഫയലിംഗ്, ഡ്രോ ഫയലിംഗ്. അതിനകത്ത് ക്രോസ് ഫയലിംഗ് ആണ് സാധാരണ നമ്മൾ ഫയലിംഗ് സമയത്ത് ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി 2 മെത്തേഡ്സിനെ അപേക്ഷിച്ച് ക്രോസ് ഫയലിംഗ് ആകുന്ന സമയത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് മെറ്റൽസിനെ റിമൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് ക്രോസ് ഫയലിംഗ് ആണ് നമ്മൾ ചെയ്യൽ. അടുത്തത് ഹാക്സോ ആണ്. ഹാക്സോ 2 ടൈപ്പാണുള്ളത്. ഒന്ന് സോളിഡ് ടൈപ്പും പിന്നെ ഒന്ന് അഡ്ജസ്റ്റബിൾ ടൈപ്പും. ഇതിനകത്ത് നമ്മൾ സോളിഡ് ഫ്രെയിം ആയാലും ശരി, ഇനി അഡ്ജസ്റ്റബിൾ ടൈപ്പ് ആയാലും ശരി, നമ്മൾ അതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ബ്ലേഡുകൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ ടീത്തുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കുറച്ച് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള
മെറ്റൽസൊക്കെ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് വളരെ ടീത്തുകൾ തമ്മിൽ അകലം ഉള്ള ടീത്തുകളാണ് നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റൽസൊക്കെ നമ്മൾ റിമൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി കട്ടി കൂടിയ മെറ്റൽസാണ് നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ടീത്തുകൾ അടുത്തടുത്തുള്ള ബ്ലേഡുകളാണ് യൂസ് ചെയ്യുക. പിന്നുള്ളത് ടെസ്റ്റ് ഡ്രില്ലാണ്. ടെസ്റ്റ് ഡ്രിൽ എന്ന് പറഞ്ഞാൽ ഒരു കട്ടിംഗ് ടൂളിൽ പെട്ട ഒരു ടൂളാണ്. ടെസ്റ്റ് ഡ്രില്ലിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മെറ്റൽസിൽ ഹോൾസ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് സ്റ്റീലാണ്. പിന്നെ ടാപ്പ് റഞ്ച്. ടാപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് ഹോൾസിൽ, അതായത് ഇൻറ്റേർണൽ ത്രെഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അതുപോലെ തന്നെ ടാപ്പ് റഞ്ച് യൂസ് ചെയ്യുന്നത്. ടാപ്പ് 3 ടൈപ്പ് ഉണ്ട്: ടാപ്പർ ടാപ്പ്, ഇൻ്റർമീഡിയറ്റ് ടാപ്പ്, ബോട്ടമിൻ ടാപ്പ്. പിന്നെ ഡൈ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഡൈ സ്ട്രോക്ക് എന്ന് പറയും. നമ്മൾ എക്സ്റ്റേണൽ ത്രെഡുകൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഡൈ ഉപയോഗിക്കുന്നത്. പിന്നെ റീമറാണ്. റീമർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹോൾ നിർമ്മിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഹോൾ ഒന്നുകൂടി എൻലാർജ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ആ ഹോളൊന്ന് ക്ലീൻ ചെയ്യണം, ഫിനിഷിങ് ചെയ്യണം. അങ്ങനെ വരുന്ന അവസ്ഥയിലൊക്കെ നമ്മൾ റീമർ യൂസ് ചെയ്യും. റീമറിൻ്റെ മെറ്റീരിയൽ ഹൈ കാർബൺ സ്റ്റീലാണ്. അടുത്തത് സ്ക്രാപ്പറാണ്. സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫയലിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി കുറഞ്ഞ രീതിയിലുള്ള മെറ്റൽസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ക്രാപ്പർ ഉപയോഗിക്കുന്നത്. സ്ക്രാപ്പർ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ അതിനെ ചുരണ്ടി എടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. സ്ക്രാപ്പർ 3 ടൈപ്പ് ഉണ്ട്: ഫ്ലാറ്റ് സ്ക്രാപ്പർ, ട്രയാങ്കുലർ സ്ക്രാപ്പർ, ഹാഫ് റൗണ്ട് സ്ക്രാപ്പർ. അപ്പോൾ നമ്മൾ ഏത് ഭാഗമാണോ നമ്മൾ സ്ക്രാപ്പ് ചെയ്യുന്നത് അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള ഷേപ്പിലുള്ള സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ക്രാപ്പിംഗ് ചെയ്യുക. അതേപോലെ ഫിറ്റിംഗ് ഷോപ്പിൽ നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത വേറൊരു കട്ടിംഗ് ടൂളാണ് ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ. ഡ്രില്ലിംഗ് മെഷീൻസ് ഒരുപാട് ടൈപ്പ് ഉണ്ട്. ഹാൻഡ് ഡ്രില്ലിംഗ് മെഷീൻ, അങ്ങനെ ഒരുപാട് ഡ്രില്ലിംഗ് മെഷീൻ ഉണ്ട്. അപ്പോൾ ബെഞ്ച് ഡ്രില്ലിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് നമുക്ക് ഫിക്സറായിട്ട് ടേബിളിൻ്റെ മുകളിൽ ഫിക്സറായിട്ട് വെച്ചിട്ടാണ് ഉണ്ടാവുക. നമുക്ക് അതിൻ്റെ അകത്ത് ഡ്രിൽ ചക്ക് ഉണ്ടാവും. ആ ചക്കിൽ നമ്മൾ ട്വിസ്റ്റ് ഡ്രില്ല് നമ്മൾ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഹോൾസ് നിർമ്മിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് സ്ട്രൈക്കിംഗ് ടൂൾസാണ്. സ്ട്രൈക്കിംഗ് ടൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ, അപ്പോൾ ഫിറ്റിംഗ് ലാബിൽ നമുക്ക് പല മെറ്റൽസ്, ഇപ്പം പഞ്ചിങ്ങിന് അതേപോലെ തന്നെ പല സമയങ്ങളിൽ നമുക്ക് മെറ്റൽസിനെ സ്ട്രൈക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ടൂളുകളെ സ്ട്രൈക്ക് ചെയ്യേണ്ടി വരും. അത്തരത്തിൽ ടൂൾസുകളെ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മൾ ഹാമേഴ്സ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബോൾ പിൻ ഹാമർ, ക്രോസ് പിൻ ഹാമർ, സ്ട്രെയിറ്റ് പിൻ ഹാമർ, സ്ലഡ്ജ് ഹാമർ, അങ്ങനെ ടൈപ്സ് ഓഫ് ഹാമേഴ്സ് ഉണ്ട്. പിന്നെ അത് ബോൾ പിൻ ഹാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ടോപ്പ് എൻഡ് ഭാഗം ബോൾ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഇത് നമ്മൾ സ്ട്രൈക്ക് ചെയ്യാനോ അതുപോലെ തന്നെ റിവറ്റിങ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെയുള്ള ക്രോസ് പിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രോസ് പിൻ ഹാമർ നമ്മൾ ചിപ്പിങ് ചെയ്യാനും റിവറ്റിങ് ചെയ്യുക, ബെൻഡിങ് ചെയ്യുക, സ്ട്രെച്ചിങ് ചെയ്യുക, അത്തരത്തിലുള്ള വർക്കുകളൊക്കെ നമ്മൾ ക്രോസ് പിൻ ഹാമർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക. അടുത്തത് സ്ട്രെയിറ്റ് പിൻ ഹാമറാണ്. സ്ട്രെയിറ്റ് പിൻ ഹാമർ നമ്മുടെ ക്രോസ് പിൻ ഹാമർ പോലെ തന്നെയാണ് കാണാൻ. പക്ഷേ ഒരു വ്യത്യാസം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലെ പീന് നമ്മളെ ഹാൻഡിലിന് ഇൻലൈനായിട്ടുണ്ടാവുക. പിന്നെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമുക്ക് റിവറ്റിങ് ചെയ്യാനും അതേപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ ക്രോസ് പിൻ ഹാമർ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുള്ള ഏരിയയിലൊക്കെ നമുക്ക് ഇത് ഉപയോഗിക്കാം. സ്ലഡ്ജ് ഹാമർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഹെവി ആയിട്ടുള്ള ഹാമറാണത്. നമുക്ക് വലിയ രീതിയിലുള്ള സ്ട്രൈക്കിംഗ് ഒക്കെ സ്ലഡ്ജ് ഹാമർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. അടുത്തത് ഹോൾഡിംഗ് ടൂൾസാണ്. നമുക്ക് ഹോൾഡിംഗ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഫിറ്റിംഗ് ലാബിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വൈസാണ് ബെഞ്ച് വൈസ്. അപ്പോൾ വർക്ക്ഷോപ്പുകളിൽ നമുക്ക് കൂടുതലായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന ഒരു ടൂൾ തന്നെയാണ്. നമുക്ക് ഏത് രീതിയിലുള്ള വർക്കുകൾ നമുക്ക് ഇപ്പോൾ മാർക്കിങ് ചെയ്യണമെങ്കിലോ കട്ടിങ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ബെഞ്ച് വൈസിൽ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട വർക്ക് ചെയ്ത് തീർക്കാം. ഹാൻഡ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയ്യിൽ ഹാൻഡ് വൈസ് നമുക്ക് കയ്യിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിന് നമുക്ക് ഹാൻഡ് വൈസിൽ ഫിറ്റ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ നമുക്ക് എന്ത് വർക്കാണോ ചെയ്ത് തീർക്കാനുള്ളത് അത്തരത്തിലുള്ള വർക്കുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. ഇതിനെ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒബ്ജക്റ്റിന് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു വിന്നട്ടൊക്കെ കൊടുത്തിട്ടുണ്ടാവും. ആ വിന്നട്ട് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. ചെറിയ ചെറിയ കീസ്, റിവറ്റ്, അങ്ങനെയുള്ള ചെറിയ ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലെഗ് വൈസ് ആണ്.
ലെഗ് വൈസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഹെവി ഹാമറിങ് വരുന്ന സന്ദർഭങ്ങളിലൊക്കെയാണ്. അതായത് ചിപ്പിങ് ചെയ്യുക, അല്ലെങ്കിൽ ഹെവി മെറ്റൽസ് കട്ടിങ് ചെയ്യുക. ലോഡ് നമുക്ക് ഈ വൈസിൻ്റെ മുകളിൽ അനുഭവപ്പെടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴോട്ടൊരു ലെഗ് കൊടുത്തിട്ടുണ്ടാവും, നേരെ അടിയിൽ സപ്പോർട്ടിംഗ് ആയിട്ട്. ആ സപ്പോർട്ടിങ് കാരണം നമുക്ക് വേണ്ട രീതിയിലുള്ള ഹെവി ഹാമറിംഗ് ഒക്കെ നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പിൽ കൂടുതലായിട്ടും ഹെവി വർക്കുകൾ വരുന്നിടത്തിലൊക്കെ ലെഗ് വൈസ് ഉപയോഗിച്ച് വരുന്നുണ്ട്. പൈപ്പ് വൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലുള്ള വർക്കുകളൊക്കെ നമുക്ക് മെറ്റൽസൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ റൗണ്ട് ഷേപ്പിലുള്ള വർക്കുകൾ കട്ട് ചെയ്യാനും അതുപോലെ മാർക്കിങ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാകും. പിന്നുള്ളത് പിൻ വൈസ് ആണ്. പിൻ വൈസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്മോൾ ഡയമീറ്റർ ജോബ്സുകൾ, ചെറിയ ഡയമീറ്ററുള്ള ചെറിയ വർക്കുകളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനൊക്കെയാണ് പിൻ വൈസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കളക്ട് ചക്ക് ഉണ്ടാവും. ആ കളക്ട് ചക്ക് നമുക്ക് നേരെ ഈ കളക്ട് ചക്കിലേക്ക് നമുക്ക് വേണ്ട വസ്തുവിൻ്റെ ചെറിയ രൂപത്തിൽ പിൻ ടൈപ്പുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ആ കളക്ട് ചക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ വർക്ക് ലോക്കാവും. അപ്പോൾ നമുക്ക് വേണ്ട വർക്കുകളൊക്കെ ചെയ്തു തീർക്കാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് ഫിറ്റിംഗ് ടൂൾസ് വരുന്നത്. ഇത് മുഴുവനായിട്ടില്ല. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടുള്ള ടൂളുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ബാക്കി എല്ലാ ടൂളുകളിലും തന്നെ കുറച്ചും കൂടി ഇപ്പോഴത്തെ മോഡേൺ രീതിക്കനുസരിച്ചുള്ള ഒരുപാട് ടൂൾസുകൾ എക്സ്ട്രാ വരുന്നുണ്ട്. അതിലേക്ക് നമ്മൾ പോയിട്ടില്ല. നമ്മൾ കുറച്ച് ബേസ് ആയിട്ടുള്ള കുറച്ച് ടൂളുകൾ മാത്രമാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്.